കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് മറീന ബീച്ചിൽ എത്തുകയും കരുണാനിധിയുടെ ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തത് വലിയ വാർത്തയായിരുന്നു. വലിയ അഭ്യൂഹങ്ങൾക്കും അത് വഴിവെച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളെല്ലാം ഈ വാർത്തയുടെ പിന്നാലെ പോവുകയാണ്. BJP പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുന്നു എന്ന് തന്നെയാണ് വിവിധ ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകളും. അതിലൊന്ന് DMKയും മറ്റൊന്ന് തൃണമൂൽ കോൺഗ്രസുമാണ്. എന്തുകൊണ്ടാണ് ഈ പുതിയ പാർട്ടികളെ ഈ സഖ്യത്തിൻ്റെ ഭാഗമാക്കാനോ ഇല്ലെങ്കിൽ സഖ്യത്തിനോട് തൊട്ടൊരുമി നിൽക്കുവാനോ വേണ്ടിയിട്ട് അവരെ പ്രാപ്തരാക്കാൻ ഇല്ലെങ്കിൽ അവരെ സ്വീകരിക്കുവാനായിട്ട് BJP ശ്രമം തുടങ്ങിയത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോഴാണ് കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ, അതായത് ഭരണം തുടങ്ങി 6 മാസം എത്തുന്ന മുമ്പ് തന്നെ BJPക്ക് മാറ്റി വെക്കേണ്ടി വന്നത്. ഇല്ലെങ്കിൽ അത് പിന്നീട് പരിഗണിക്കാമെന്ന് പറഞ്ഞ് ഇല്ലെങ്കിൽ സെലക്ടഡ് കമ്മിറ്റിക്ക് വിട്ട 2 ബില്ലുകളും ഒപ്പം തന്നെ പുതിയ ഒരു കാര്യം കൂടിയാണ്, അത് ലാറ്ററൽ എൻട്രി. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവാദം. അതിലിപ്പോൾ അറിയാൻ കഴിയുന്നത് പ്രധാനമന്ത്രിക്ക് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അറിവുണ്ടാകുന്നില്ല. ഇപ്പോൾ അതൊരു നിയമമാക്കാനായിട്ട് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. പരസ്യങ്ങളെല്ലാം പിൻവലിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഈ വഖഫ് ബോർഡ് ബില്ല് പാസ്സാക്കാതെ സെലക്ടീവ് കമ്മിറ്റിക്ക് വിട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബില്ലിനെ എതിർത്തുകൊണ്ട് പ്രതിപക്ഷം പറഞ്ഞതും ഇക്കാര്യം തന്നെയാണ്. സെലക്ടീവ് കമ്മിറ്റിക്ക് ഈ ബില്ല് വിടണമെന്നായിരുന്നു. അതിനെ പിന്തുണച്ചുകൊണ്ട് TDPയും രാംവിലാസ് പാസ്വാന്റെ, ഇപ്പോൾ ചിരാഗ് പാസ്വാനാണ് അദ്ദേഹത്തിൻ്റെ മകനാണ്, ഉള്ള പാർട്ടിയായ LJPയും രംഗത്ത് വരികയുണ്ടായി. തുടർന്നാണ് ഇത് സെലക്ടീവ് കമ്മിറ്റിക്ക് വിട്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ഈ ബ്രോഡ്കാസ്റ്റ് മിനിസ്ട്രിയുടെ ഒരു ബില്ലാണ്. 2019 മുതൽ അതിൻ്റെ ചട്ടക്കൂടുകളും കാര്യങ്ങളും തയ്യാറാക്കി പ്രതിപക്ഷത്തിൻ്റെ കൂടെ ചർച്ച നടത്തി 73 ഭേദഗതികൾ വരുത്തി. അങ്ങനെ രാജ്യത്ത് സോഷ്യൽ മീഡിയയ്ക്ക് ഒരു രജിസ്ട്രേഷൻ കൊണ്ടുവരുന്നതും ഒപ്പം ചില നിയന്ത്രണങ്ങൾ, കാരണം ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ എവിടെ നിന്നും എന്തും പറയാവുന്നതും രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. അത്തരമൊരു ബില്ല് കൊണ്ടുവരാനുള്ള നീക്കമാണ്. ഇപ്പോൾ അതിനെ പ്രതിപക്ഷ പാർട്ടികൾക്കൊപ്പം തന്നെ ഭരണകക്ഷിയിലെ ഘടകകക്ഷികൾക്കും അതിൽ വിയോജിപ്പുണ്ട്. അതിനാൽ തന്നെ ആ ബില്ല് ഇപ്പോൾ തൽക്കാലം പരിഗണിക്കുന്നില്ല. അതിൻ്റെ കാര്യങ്ങളുമായി മുൻപോട്ട് പോകും, സമയമാകുമ്പോൾ പരിഗണിക്കാമെന്നാണ് പറഞ്ഞത്. ഈ അടുത്ത ഈ ലോക്സഭാ സമ്മേളനത്തിൽ തന്നെ പാസ്സാകും എന്ന് കരുതിയിരുന്ന ഒരു ബില്ലാണത്. ഇത് കൂടാതെ ഇപ്പോൾ ഈ പരസ്യം പിൻവലിച്ചിരിക്കുന്ന ഒന്ന് ഈ ലാറ്ററൽ എൻട്രിയുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഡെപ്യൂട്ടി ഇല്ലെങ്കിൽ ഡയറക്ടർ ആ പോസ്റ്റുകളിലേക്ക് 45 ഒഴിവ് വരുന്നതിലേക്ക് കഴിവും യോഗ്യതയുമുള്ളവരെ 3 വർഷം തൊട്ട് 5 വർഷം വരെ അവരെ നിയമിക്കുന്ന ഒരു പ്രക്രിയയ്ക്കാണ് തുടക്കം കുറിച്ചത്. പക്ഷേ ഇതെല്ലാ കാലത്തും എല്ലാ സർക്കാരും ചെയ്തിരുന്ന ഒരു കാര്യമാണ്, സംസ്ഥാന സർക്കാരും ചെയ്യുന്നുണ്ട്. കാരണം ഈ ജോലിയിൽ നിന്നൊക്കെ വിരമിച്ച പ്രഗത്ഭരായവരെ ഇല്ലെങ്കിൽ പ്രശസ്തരായവരെ ഇല്ലെങ്കിൽ ആ തസ്തികയ്ക്ക് യോജിക്കുന്നവരാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് മുൻപോട്ടുള്ള യാത്രയ്ക്കായി ഇവരെ അങ്ങനെ നിയമിക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴിത് കേന്ദ്ര സർക്കാർ മുൻപോട്ട് കൊണ്ടുവന്നപ്പോഴേക്കും അതൊരു വലിയ വിഷയമായി മാറി. അതിൽ സംവരണം കടന്നു വന്നു. ഇതിൽ ഇപ്പോൾ JDUവും LJPയും, അതായത് നിതീഷ് കുമാറിൻ്റെ JDUവും LJPയുമാണ് അതിനെതിരെ ശക്തമായ വിയോജിപ്പുമായി രംഗത്തെത്തി. ഇതോടുകൂടിയാണ് കേന്ദ്ര സർക്കാർ ഈ ലാറ്ററൽ എൻട്രി എന്ന് പറയുന്ന ആ ഒരു പരസ്യം പിൻവലിച്ചിരിക്കുന്നത്. പക്ഷേ അത് ഒരു തരത്തിൽ പറഞ്ഞ ഗുണമായി എന്ന് പറയേണ്ടി വരും. കാരണം ഈ ലാറ്ററൽ എൻട്രിയുടെ പരസ്യം ചെയ്തിട്ട് തന്നെയാണ് എല്ലാവരും വിളിക്കുന്നതെങ്കിൽ പോലും പലപ്പോഴും ഇതിൽ രാഷ്ട്രീയം കടന്നു വരാറുണ്ട്. കാരണം രാഷ്ട്രീയ പാർട്ടികളോട് ഒപ്പം നിൽക്കുന്ന സന്തത സഹചാരികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ റിട്ടയർഡ് ചെയ്ത് കഴിഞ്ഞും ഇത്തരം പോസ്റ്റുകൾ നിയമിക്കാറുണ്ട്. അത് എല്ലാ സംസ്ഥാനങ്ങളും നിയമിക്കാറുള്ളത് തന്നെയാണ്. കേന്ദ്ര സർക്കാരും അങ്ങനെ നിയമിക്കാറുണ്ട്. ഇപ്പോഴതിന് ജാതിയും മതവും ഒക്കെ പറഞ്ഞാണ് പ്രതിപക്ഷം വരുന്നത്. കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്തും ഇത് തുടങ്ങി വച്ചിരുന്ന കാര്യമാണ്. അപ്പോഴും അങ്ങനെ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇപ്പോഴേതായാലും പ്രധാനമന്ത്രി ഇടപെട്ടിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു ചട്ടക്കൂടുണ്ടാക്കണം. കാരണം ഈ 45 പേരെ ആണെങ്കിൽ പോലും ആ 45 പേരിൽ OBCക്ക് SC/STക്ക് മറ്റും സംവരണം കൂടി വെച്ചുകൊണ്ട് വേണം ഇത്തരം 3 വർഷം തൊട്ട് 5 വർഷം വരെയാണ് ഇതിൻ്റെ കാലയളവെങ്കിൽ പോലും, ഈ ജോലിയുടെ ഈ കാലയളവെങ്കിൽ പോലും അതിന് അത്തരത്തിലൊരു സംവരണം കൊണ്ടുവരുന്നതിനെക്കുറിച്ച് കേന്ദ്രം ആലോചിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. എന്ത് തന്നെ ആയാലും കഴിഞ്ഞ സർക്കാരിനെ പോലെയല്ല കൊണ്ടുവന്ന 2 പ്രധാനപ്പെട്ട ബില്ലുകൾ. അതിലൊന്ന് വഖഫ് ബോർഡിൻ്റെ ബില്ലായിരുന്നു. ആ ബില്ല് പാസ്സാക്കുമെന്ന് BJP പറയുന്നുണ്ട്, പാസ്സാകുകയും തന്നെ ചെയ്യും. പക്ഷേ അതിന് ഇപ്പോൾ അത് ഈ സെലക്ടീവ് കമ്മിറ്റിക്ക് വിടേണ്ടത് വന്നൊരു സാഹചര്യം. മറ്റൊന്ന് ബ്രോഡ്കാസ്റ്റ് മിനിസ്ട്രിയുടെ കീഴിൽ അത് 2019 മുതൽ BJP തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന 2023 അവസാനമായപ്പോഴേക്കും ഒരു രൂപരേഖ എത്തി, 73 ഭേദഗതികൾ വന്നു. ഇപ്പോഴതിൻ്റെ ബില്ലിൻ്റെ കോപ്പികൾ പൊതുജന സമക്ഷത്ത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതാണ്, മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തിരുന്നതാണ്. ഇപ്പോഴതിൽ നിന്ന് അല്പം പിന്നാക്കം പോയിരിക്കുന്നു. പിന്നെ പിന്നാക്കം പോയാലും വീണ്ടും നടപ്പാക്കുമെന്നൊക്കെ BJP പറയുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ, അതായത് BJPക്കുള്ളിലുള്ള JDUവും രാംവിലാസ് പാസ്വാന്റെ പാർട്ടി LJPയും അടക്കമുള്ളവരാണ് പല പ്രധാനപ്പെട്ട ബില്ലുകൾക്കും പല പ്രധാനപ്പെട്ട ഉത്തരവുകൾക്കുമൊക്കെ എതിരെ രംഗത്ത് വരുന്ന ഒരു കാഴ്ച. ഈ ഒരു സാഹചര്യത്തിലാണ് YSR മോഡലിന് വേണ്ടിയിട്ട് BJP ശ്രമം തുടങ്ങിയിരിക്കുന്നത്. DMKയെ ഒപ്പം നിർത്തുക, അതായത് NDA മുന്നണിയിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ല, NDA മുന്നണിയുടെ പുറത്തു നിന്നുകൊണ്ടുള്ള ഒരു സഹകരണം. ഒപ്പം തന്നെ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനെ പിളർത്തുകയോ ഇല്ലെങ്കിൽ മമതയുടെ സഹകരണം തേടുകയോ ചെയ്യുക. അങ്ങനെ 2 പ്രധാനപ്പെട്ട 2 വലിയ പാർട്ടികളുടെ സഹകരണം ഉണ്ടെങ്കിൽ
മുൻകാലങ്ങളിലെ പോലെ തന്നെ വളരെ ഈസി ആയിട്ട് അവർക്ക് ബില്ലുകൾ പാസ്സാക്കിയെടുക്കാൻ കഴിയും. ഈ ഘടകകക്ഷികളുടെ ഒരു പ്രതിഷേധം ഇല്ലെങ്കിൽ ഈ മുറുമുറുപ്പ് ഇല്ലെങ്കിൽ ഈ ഇടങ്കോലിടുന്നത് അവർക്ക് നിർത്തുവാനും കഴിയും. ഏതായാലും BJP പുതിയ മേച്ചിൽപ്പുറം തേടുന്നുവെന്ന വാർത്തയോടൊപ്പം തന്നെ ചേർത്ത് വെക്കപ്പെടേണ്ടതാണ് ഈ പ്രധാനപ്പെട്ട 2 ബില്ലുകൾ മാറ്റിവെച്ചത് എന്തുകൊണ്ട് എന്നുള്ളതും. ഒന്ന് സെലക്ടീവ് കമ്മിറ്റി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്, മറ്റൊന്ന് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇല്ല, മരവിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് വിവരം. അതായത് ഈ സോഷ്യൽ മീഡിയകൾക്ക് രജിസ്ട്രേഷൻ ഉൾപ്പെടെ കൊണ്ടുവരുന്ന കാര്യം. മറ്റൊന്ന് ഇപ്പോൾ നൽകിയിരുന്ന പരസ്യം പിൻവലിച്ചിരിക്കുന്നത് ഈ ലാറ്ററൽ എൻട്രിയുടെ കാര്യത്തിലാണ്. അങ്ങനെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിന്നോക്കം പോയിരിക്കുന്നു. ഇവിടെയാണ് പ്രതിപക്ഷം പറയുന്നത് ദുർബലമായ ഭരണപക്ഷമാണ് എന്നുള്ളത്. ഏതായാലും BJP ഇപ്പോൾ നടത്തുന്ന ഈ നീക്കം DMKയെയും മറ്റു പാർട്ടികളെയും വെച്ച് ലക്ഷ്യം വെച്ചത്, പ്രതിപക്ഷ മുന്നണിയിലുള്ള മറ്റു പാർട്ടികളെയും ലക്ഷ്യം വെച്ച് BJP നടത്തുന്ന ഈ നീക്കത്തിന് ഒരുപാട് മാനങ്ങളുണ്ട്, അർത്ഥതലങ്ങളുണ്ട്. ഇത് തന്നെയാണ് ന്യൂസ് മലയാളത്തിൻ്റെ പോയിന്റ്. നന്ദി, നമസ്കാരം.